नमस्ते, सबको स्वागत। पिछली कक्षा में व्यावसायिक पत्र के बारे में पढ़ा। व्यावसायिक पत्र का स्वरूप कैसा है, व्यावसायिक पत्र लिखते समय किन किन बातों को ध्यान में रखना चाहिए, इसके बारे में पढ़ा। शीर्षक, भीतरी पत्र, संबोधन, विषय और संदर्भ की सूचना, पत्र का कलेवर, मानार्थ समाप्ति, स्वनिर्देश और हस्ताक्षर, अनुलेखन। 8 പോയിൻ്റാണ് നമ്മൾ ഒരു ബിസിനസ് ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൊമേഴ്സ്യൽ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ശേഷം നമുക്ക് പഠിക്കാനുള്ളത്, സിലബസിൽ പഠിക്കാനുള്ളത് ക്രയാദേശ് പത്രം ഉണ്ടായിരുന്നു, ഓർഡർ ലെറ്റർ. നമ്മൾ പുസ്തകങ്ങൾ ഓർഡർ ചെയ്തുകൊണ്ടുള്ള ലെറ്റർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ആവേദൻ പത്രയിൽ വരുന്നുണ്ടായിരുന്നു, അപ്ലിക്കേഷൻ ലെറ്റർ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അതാണ്. ഓർഡർ ലെറ്റർ പഠിച്ചു, അതായത് പുസ്തകങ്ങൾ ആവശ്യപ്പെട്ടുള്ള ലെറ്റർ നമ്മൾ 2-3 പഠിച്ചു. അതുപോലെ തന്നെ ലിപിക് പത്കേലിയ ആവേദൻ പത്ര, ക്ലർക്ക് എന്നതിൻ്റെ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെറ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. നമുക്ക് എക്സാമിന് ചോദിക്കാവുന്ന ഒന്നാണ്. ഒന്നുകിൽ ആവേദൻ പത്രം ചോദിക്കാവുന്നതാണ്, അതല്ലെങ്കിൽ ക്രയാദേശ് പത്രം ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൽ ക്ലർക്കിൻ്റെ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെറ്റർ എങ്ങനെ തയ്യാറാക്കുന്നത് നമ്മൾ പഠിച്ചു. അതിൽ നമ്മൾ പറഞ്ഞു പ്ലേസ് ഉണ്ട്, ഡേറ്റ് വേണം റൈറ്റ് സൈഡിൽ. അതുപോലെ തന്നെ പ്രേഷക് ഫ്രം അഡ്രസ്സ് ഉണ്ട്, സേവാമേ ടു അഡ്രസ്സ് ഉണ്ട്, അതുപോലെ സംബോധന ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഏത് ന്യൂസ് പേപ്പറിലാണ്, ഏത് ദിവസത്തെ ന്യൂസ് പേപ്പറിലാണ് ഈ പരസ്യം കണ്ടതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ താഴെ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ കൂടെ, അതായത് ഈ ജോലിക്ക് വേണ്ടിയിട്ട് യോഗ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ താഴെ വെക്കണം. അതിന് നമ്മൾ ബയോഡാറ്റ തയ്യാറാക്കണം. അപ്പോൾ ആ ബയോഡാറ്റയിൽ നമ്മൾ വരുന്ന കാര്യങ്ങൾ നാം ഉണ്ട്, പത്ത ഉണ്ട്, അതുപോലെ തന്നെ ജന്മതിഥി പറഞ്ഞിരുന്നു, ശൈക്ഷണിക യോഗ്യതയും അനുഭവം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വയ്ക്കാനായിട്ട് സംലഗ്ന എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർട്ടിഫിക്കറ്റുള്ള കോപ്പി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളത് സ്വനിർദ്ദേശ ലാസ്റ്റ് ലെറ്ററോടെ അവസാനിപ്പിക്കുന്നത്. ഇനി ഇതിൽ തന്നെ അടുത്ത് നമുക്ക് വരുന്നത് ലേഖാകാർക്കെ പദ്കേലിയെ ആവേദൻ പത്രം, ഒരു അക്കൗണ്ടൻറ്റിൻ്റെ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെറ്ററാണ്. അപ്പോൾ നമ്മൾ ഓരോന്നും ചിലപ്പോൾ നമുക്ക് ലഭിക്കായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലേഖാകാരായിരിക്കാം, അതല്ലെങ്കിൽ സഹ ആചാര്യ ആയിരിക്കാം, കോളേജിൽ ഏതെങ്കിലും പോസ്റ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കാം. അപ്പോൾ ഏത് വന്നാലും നമുക്ക് എഴുതേണ്ട ഒരു മോഡൽ ഇങ്ങനെയാണ്. പ്ലേസ് ഡേറ്റ് വരുന്നുണ്ട്, പ്രേക്ഷകമുണ്ട്, സേവാമയുണ്ട്, സംബോധനയുണ്ട്, പിന്നെ പരസ്യം കണ്ടിട്ടുള്ള ന്യൂസ് പേപ്പർ ഏത് പോസ്റ്റാണെന്നുള്ള കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. നമ്മൾ ക്വസ്റ്റ്യനിലുണ്ടായിരിക്കുന്നത് അത് 2 അഡ്രസ്സും ക്വസ്റ്റ്യനിലുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് ബയോഡാറ്റ തയ്യാറാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ അത് മോഡൽ തന്നെ. നമ്മളതിനനുസരിച്ച് ബയോഡാറ്റ തയ്യാറാക്കുമ്പോൾ ക്ലർക്കിൻ്റെ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിരിക്കില്ല അക്കൗണ്ടൻറ്റിൻ്റെ. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ ആകുമ്പോൾ ക്വാളിഫിക്കേഷൻ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബയോഡാറ്റ തയ്യാറാക്കുക. അപ്പോൾ ഇതിൽ ലേഖാകാർക്കെ പദ്കേലിയ ആവേദൻ പത്രമാണ്, MG റോഡ് എറണാകുളം. പ്ലേസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പ്രേക്ഷകാണ്, ഫ്രം അഡ്രസ്സാണ് രാധാകൃഷ്ണൻ, നികുഞ്ച്, MG റോഡ് എറണാകുളം. അയക്കുന്ന ആളാണ്. അപ്പോൾ 1-10 എഴുതിയാലും മതി. അടുത്തത് നമ്മൾ സേവാമേ 2 അഡ്രസ്സാണ്. 2 അഡ്രസ്സോടെ തന്നിട്ടുണ്ടായിരിക്കും ക്വസ്റ്റ്യനിൽ. പ്രബന്ധക് ബഹാദൂർ കോട്ടൺ മിൽസ് തിരുച്ചിറപ്പള്ളി. പ്രബന്ധക് എന്ന് പറഞ്ഞാൽ മാനേജറാണ്. ബഹാദൂർ കോട്ടൺ മില്ലിലെ മാനേജറുടെ പേർക്കാണ്, അതായത് തിരുച്ചിറപ്പള്ളിയിലെ ബഹാദൂർ കോട്ടൺ മിൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ മാനേജറുടെ പേർക്കാണ് നമ്മൾ ഈ അക്കൗണ്ടിൻ്റെ പോസ്റ്റിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ലെറ്റർ എഴുതുന്നത്. പ്രിയ മഹോദയ്, ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് നമ്മൾ ഏതാണ് ആ സമയം വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഡേറ്റ് കൊടുക്കാം. ന്യൂസ് പേപ്പർ ഹിന്ദു പത്രമോ മനോരമയോ മാതൃഭൂമിയോ ഏതെങ്കിലും ന്യൂസ് പേപ്പർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. दी हिंदू पत्र में प्रकाशित विज्ञापन से ज्ञात हुआ कि
आपके कार्यालय में एक लेखाकार की आवश्यकता है. ഇപ്പോൾ നമ്മൾ ദി ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്ത പരസ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു താങ്കളുടെ ഓഫീസിൽ ഒരു അക്കൗണ്ടൻറ്റിനെ ആവശ്യമുണ്ടെന്ന് അറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മൾ ആ ഡേറ്റ് ആ സമയത്ത് ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ 2012 കുറച്ച് വർഷം മുന്നത്തെയാണത് ബുക്ക്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളെ ഡേറ്റ് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് പത്രത്തിലാണ് ഏത് ന്യൂസ് പേപ്പറിലാണ് പരസ്യം കണ്ടതെന്നുള്ളത് നമ്മൾ പറയണം. അത് കഴിഞ്ഞിട്ട് എന്തിനെക്കുറിച്ചുള്ള പരസ്യമാണ് അല്ലെങ്കിൽ ഏത് പോസ്റ്റിനെ കുറിച്ചുള്ള പരസ്യമാണെന്നുള്ളത് പറയണം. അപ്പോൾ താങ്കളുടെ ഓഫീസിൽ അതായത് ബഹാദൂർ കോട്ടൺ മിൽസ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ ഒരു അക്കൗണ്ടൻറ്റിനെ ആവശ്യമുണ്ട് എന്നുള്ളത് ന്യൂസ് പേപ്പറിൽ നിന്ന് അറിയാനായിട്ട് സാധിച്ചു. ഉക്ത് പദ് കെ ലിയെ മേം പ്രാർത്ഥി ഹും. അപ്പോൾ ആ പോസ്റ്റിന് വേണ്ടിയുള്ളൊരു കാൻഡിഡേറ്റാണ് ഞാൻ, ഒരു ഉദ്യോഗാർത്ഥിയാണ് ഞാൻ. मैं 25 साल का युवक हूँ. ഞാൻ 25 വയസ്സുള്ളൊരു യുവാവാണ്. विश्वास है कि लेखाकार का काम मैं सफलतापूर्वक निभा सकता हूँ. അപ്പോൾ അയാൾ പറയാണ്, ആപ്ലിക്കൻ്റ് പറയണേ, അതായത് അക്കൗണ്ടൻറ്റിൻ്റെ ജോലി ഞാൻ വളരെ വിജയകരമായിട്ട് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ഞാൻ നിർവഹിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എന്നുള്ളൊരു ഉറപ്പ് അവിടെ അദ്ദേഹം പറയുകയാണ്. ഇനി ഇതിനിടയിൽ മേരി ശൈക്ഷണിക യോഗ്യതയായ നമുക്കതിന് മുൻപ് നമ്മൾ നേരത്തെ പഠിച്ചാലുണ്ടായിരുന്നു, നാം ഉണ്ടായിരുന്നു, പത്ത ഉണ്ടായിരുന്നു, ജന്മതിഥി. ഈ 3 കാര്യങ്ങളും കൂടി ഇതിൽ വെക്കേണ്ടതാണ് കേട്ടോ. മേരി ശൈക്ഷണിക യോഗ്യതയായ ബികോം പ്രഥം ശ്രേണി കാലിക്കറ്റ് വിശ്വവിദ്യാലയം. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബികോം ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പാസ്സായിട്ടുണ്ട്. നെക്സ്റ്റ് ടാലിയാണ്. മഹീനേക്ക ഡിപ്ലോമ കോഴ്സ് പാസ് ഹുവ. അപ്പോൾ 6 മാസത്തൊരു ഡിപ്ലോമ കോഴ്സാണ് ടാലി എന്ന് പറയുന്നത്, അത് പാസ്സായിട്ടുണ്ട്. നെക്സ്റ്റ് കമ്പ്യൂട്ടർ പരിജ്ഞാൻ. അടുത്തത് കമ്പ്യൂട്ടറിലെ അറിവാണ്, നോളജാണ്. അനുഭവ് सन 2009 से स्थानीय मिल में लेखाकार का काम कर रहा हूँ. आशा है इस प्रार्थना पत्र पर अनुकूल निर्णय लेकर मुझे अनुग्रहित करेंगे. ഇനി എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മളിതിൽ പറഞ്ഞു ബികോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി, അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് ഡിപ്ലോമ കോഴ്സ് ടാലി എന്ന് പറയുന്നത് 6 മാസത്തെ ഒരു കോഴ്സ്, അത് പാസ്സായിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ നോളജ് ഉണ്ട്. ഇത് കൂടാതെ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അതായത് 2009 മുതൽ ആ പ്രദേശത്തൊരു മില്ലിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനാ പത്ര पर അനുകൂൽ നിർണയ ലേക്കർ മുझे അനുഗ്രഹീത് കരേങ്കെ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ലെറ്ററിന് അനുകൂലമായൊരു തീരുമാനമെടുത്ത് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഗ്യത और अनुभव संबंधी प्रमाण पत्रों की प्रतिलिपियां इसके साथ भेज रहा हूँ. ഇതിന് കൂടാതെ നമ്മൾ പറഞ്ഞു അറ്റാച്ച് ചെയ്ത്, അതായത് സംലഗ്നം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാറുണ്ട്, സർട്ടിഫിക്കറ്റുള്ള കോപ്പി, അതായത് യോഗ്യതാ സർട്ടിഫിക്കറ്റിൻ്റെയും എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പികൾ ഇതിൻ്റെ കൂടെ അയച്ചു തരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ സംലഗ്നെ പ്രമാൺ പത്രയ്ക്ക് പ്രതിലിപിയ ചാർ. ഇനി അതിലെന്താണ് നമ്മളതിൻ്റെ കൂടെ വെക്കുന്നത്? ആ സർട്ടിഫിക്കറ്റുകളുടെ 4 കോപ്പികളും കൂടി ഇതിൽ വെക്കുന്നുണ്ട്. ആപ്ക ഹസ്താക്ഷർ രാധാകൃഷ്ണൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ ആപ്ക വിനീതെന്നോ അല്ലെങ്കിൽ ആപ്ക സിഗ്നേച്ചർ അടിയിലായിട്ട് നാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വരും നമുക്കതുപോലെ തന്നെ സഹ ആചാര്യക്ക് പത്കേലി ആവേദന പത്രമാണ്. ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെറ്ററാണ്. പ്ലേസ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, കടത്തുരുത്തി. പ്രേക്ഷക് രാധിക വർമ്മ, ആനന്ദ് വിഹാർ, കടത്തുരുത്തി, കോട്ടയം. കോട്ടയത്തു നിന്നാണ് ഫ്രം അഡ്രസ്സ്. അവിടെ പ്രേക്ഷക് രാധിക വർമ്മയാണ്, കടത്തുരുത്തി, കോട്ടയം കടത്തുരുത്തിയിൽ നിന്നാണ് ലെറ്റർ അയക്കുന്നത്. സേവാമേം ദി മാനേജർ DB കോളേജ് തലയോലപ്പറമ്പ്. അതിൽ ടു അഡ്രസ്സ് ഏത് കോളേജാണെന്ന് കൊടുത്തിട്ടുണ്ട്. മാനേജറിൻ്റെ പേർക്കാണ് ദി മാനേജർ, മാനേജറുടെ പേർക്കാണ് ലെറ്റർ അയക്കുന്നത്. മാനേജർക്ക് നമ്പർ DB കോളേജ് തലയോലപ്പറമ്പ്. തലയോലപ്പറമ്പിലെ DB കോളേജിലേക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. വിഷയം സഹ ആചാര്യക്ക് പതുക്കേലി ആവേദന പത്രം. അവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ലെറ്ററാണ് അവിടെ തയ്യാറാക്കുന്നത്. മാര്യ മഹോദയ്, മാതൃഭൂമി പറയാം 10 मई 2014 के मातृभूमि दैनिक पत्र में आपका विज्ञापन देखा.
ഇപ്പോൾ 2014-ലാണത്. ഇപ്പോൾ നമുക്ക് 2021 അപ്പോൾ അതിനനുസരിച്ച് മാറ്റുക. മാതൃഭൂമി ദൈനിക് പത്ര में आपका विज्ञापन देखा, അതായത് മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ താങ്കളുടെ പരസ്യം കണ്ടു. उससे पता चला कि आपके कॉलेज के इतिहास विभाग में सह आचार्य का पद रिक्त है. അപ്പോൾ അതിൽ നിന്ന് അറിയാനായിട്ട് സാധിച്ച ന്യൂസ് പേപ്പറിലെ അഡ്വർടൈസ്മെൻറ്റിൽ നിന്ന് അറിയാനായിട്ട് സാധിച്ചു താങ്കളുടെ കോളേജിലെ ഇതിഹാസ് വിഭാഗമേ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ പോസ്റ്റ് വേക്കൻ്റായിട്ട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് അറിയാനായിട്ട് സാധിച്ചു. ഉക്ത് പദ് കെ ലിയെ ആവശ്യക യോഗ്യതയായ മേരെ പാസ് ചെയ്യാം. അപ്പോൾ ആ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് ഇതിഹാസ് വിഭാഗ്, അതായത് ചരിത്ര വിഭാഗം, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പോസ്റ്റ് ഉണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള യോഗ്യതകൾ എനിക്കുണ്ടെന്ന് ആണ് പറയുന്നത്. മേരി യോഗ്യത ഏവം അനുഭവ നിമ്ന ലിഖിത് ഹെ, എൻ്റെ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ എക്സ്പീരിയൻസ് തുടങ്ങിയവ താഴെ കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. MA ഹിസ്റ്ററി പ്രഥം ശ്രേണി കേരള വിശ്വവിദ്യാലയം. ഇപ്പോൾ എന്താണ് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഹിസ്റ്ററി ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പാസ്സായിട്ടുണ്ട്. MPhil ഹിസ്റ്ററി A ഗ്രേഡ് കാലിക്കറ്റ് വിശ്വവിദ്യാലയം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MPhil ഹിസ്റ്ററിയിൽ A ഗ്രേഡോടുകൂടി പാസ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ PhD ഹിസ്റ്ററി കാലിക്കറ്റ് വിശ്വവിദ്യാലയം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ഹിസ്റ്ററിയിൽ PhD നേടിയിട്ടുണ്ട്. അതാണ് അവിടെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. ഈ നമുക്ക് എക്സ്പീരിയൻസ് അനുഭവമാണ്. അധ്യാപൻ അനുഭവ് 2 വർഷ സ്വസഹായത പ്രാപ്ത് കോളേജ് മേ. ഇനി അവിടെ ടീച്ചിങ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. സ്വസഹായത പ്രാപ്ത് കോളേജ് മേ, ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 2 വർഷ 2 വർഷത്തെ എക്സ്പീരിയൻസ്. ഇപ്പോൾ ടീച്ചിങ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. സ്വസഹായത പ്രാപ്ത് കോളേജ് മേ 2 വർഷ കാ അനുഭവം, ഇപ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസ്. അപ്പം മേരി ആയു 29 വർഷ ഹേ, ഇപ്പോൾ എൻ്റെ പ്രായം 29 വയസ്സാണ്. ഉപയുക്ത് പദ് പർ അബ് മേരി നിയുക്തി കരേ തോ മേ ആപ്കി ആഭാരി രഹൂങ്കി. ഇനി മേൽപ്പറഞ്ഞ പോസ്റ്റിൽ, അതായത് ആ സഹാചാരിക പദ്, ആ പോസ്റ്റിൽ താങ്കൾ എന്നെ നിയമിക്കുകയാണെങ്കിൽ, അപ്പോയിൻ്റ് ചെയ്യുകയാണെങ്കിൽ, മേ ആപ്കി ആഭാരി രഹൂങ്കി, ഞാൻ താങ്കളോട് വിധേയനായിരിക്കും, നന്ദിയുള്ളവനായിരിക്കും. പ്രമാൺ പത്രം കി പ്രതിലിപിയാം ഇസ്കേ സാത്ത് സംലഗ്ന ഹെ. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റുള്ള കോപ്പി, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ഇതെല്ലാം സർട്ടിഫിക്കറ്റുള്ള കോപ്പികളൊക്കെ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആപ്കി ഹസ്താക്ഷർ രാധിക വർമ്മ. അപ്പോൾ നമ്മൾ ഒരു മോഡൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ചോദിക്കുകയെന്ന് വെച്ചാൽ അക്കൗണ്ടൻറ്റിൻ്റെ ആയാലും അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആയാലും ക്ലർക്കായാലും ഏത് പോസ്റ്റായാലും നമുക്ക് അതിനനുസരിച്ച് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ അതിനനുസരിച്ച് നമുക്ക് തയ്യാറാക്കേണ്ടതായിട്ട് വരും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇതിൽ പഠിക്കാനുള്ളത് കംപ്ലയിൻറ്റ് ലെറ്റർ ആണ്. ഇപ്പോൾ ഓർഡർ ലെറ്റർ കഴിഞ്ഞു, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലെറ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ശിക്കായത്തി പത്ര, കംപ്ലയിൻറ്റ് ലെറ്റർ പഠിക്കാനുണ്ട്. मंगवाए माल के क्षति होने पर शिकायत तथा क्षतिपूर्ति मांगते हुए पत्र. ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട സാധനം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ക്ഷതിപൂർത്തി മാങ്തേ ഹുയി, അതായത് കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലെറ്ററാണ്. അപ്പോൾ ആരാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. മഹിമ ടെക്സ്റ്റൈൽ കപ്പടം കാ തോക്ക് വ്യാപാരി ചേർത്തല, ചേർത്തലയിലെ മഹിമ ടെക്സ്റ്റൈലാണ്, അതായത് ഹോൾസെയിൽ വ്യാപാരിയാണ്. അവരാണ് ഈ ലെറ്റർ, കംപ്ലയിൻറ്റ് ലെറ്റർ അയച്ചിരിക്കുന്നത്. ലെറ്റർ നമ്പറും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സേവാമേ, 2 അഡ്രസ്സാണ്. ആരുടെ പേർക്കാണ്? പ്രബന്ധക് രാമപ്രകാശ് ആൻഡ് സൺസ്, മേട്ടുപാളയം, കോയമ്പത്തൂർ. ഇപ്പോൾ 2 അഡ്രസ്സ് അവിടെ ആരുടെ പേർക്കാണെന്ന് കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിലുണ്ടായിരിക്കും അത്. ഇപ്പോൾ കോയമ്പത്തൂർ മേട്ടുപാളയത്തുള്ള രാമപ്രകാശ് ആൻഡ് സൺസ് എന്ന് പറയുന്ന ടെക്സ്റ്റൈലിൻ്റെ പേരിലാണ് ഇവിടെ ലെറ്റർ അയച്ചിരിക്കുന്നത്. പ്രബന്ധക് എന്ന് പറഞ്ഞാൽ മാനേജറുടെ പേർക്കാണ് ലെറ്റർ അയച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ദിനാങ്ക് 12 अप्रैल 2011 के हमारे क्रयादेश के अनुसार आपका भेजा माल आज प्राप्त हुआ. ഇപ്പോൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 2011 ഏപ്രിൽ 12-ാം തീയതി ഞങ്ങളുടെ ഓർഡർ അനുസരിച്ച് ആപ്കാ ഭേജ, താങ്കൾ അയച്ച സാധനം ഇത് ഞങ്ങൾക്ക് കിട്ടി. लेकिन खेद के साथ हमें यह कहना पड़ता है कि
माल बेचते समय आपकी ओर से थोड़ी असावधानी हो गई है. പക്ഷേ വളരെ ദുഃഖത്തോടു കൂടി ഇവർ പറയുകയാണ്, എന്താണ് പറയുന്നത്, ഇവർക്ക് പറയേണ്ടി വരികയാണ് എന്താണ്, ഈ സാധനം അയക്കുന്ന സമയത്ത് താങ്കളുടെ ഭാഗത്തുനിന്ന് കുറച്ച് അശ്രദ്ധ ഉണ്ടായിട്ടുള്ളതായിട്ട് വളരെ ദുഃഖത്തോടു കൂടി ഞങ്ങളിവിടെ പറയുകയാണ്. എന്താണ് ഉണ്ടായത്? हमने आपसे अच्छी किस्म की रेशमी साड़ियाँ ही मांगी थी, पर आपने मूल से साधारण स्तर की कॉटन साड़ियाँ ही बेच दी है. അപ്പം ഞങ്ങൾ അച്ചി കിസ്മിക്ക് രശ്മി സാഡിയാം, അവിടെ നല്ല തരത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ള സിൽക്ക് സാരികളാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അതിന് പകരമായിട്ട് തെറ്റിയിട്ട് സാധാരണ സ്തർക്കി കോട്ടൺ സാഡിയാം, അതായത് സാധാരണ ക്വാളിറ്റിയുള്ള സാധാരണ തരത്തിലുള്ള ഒരു കോട്ടൺ സാരികളാണ് ഞങ്ങൾക്ക് അയച്ചു തന്നത്. ആവശ്യപ്പെട്ടത് സിൽക്ക് സാരികളായിരുന്നു, നിങ്ങൾ അയച്ചു തന്നത് കോട്ടൺ സാരിയാണ്. യഹ് ഭി നഹി ഉന്മേം സെ കുച്ച് പുരാനി ഏവം ഫട്ടി ഹുയി ഹി. ഇതുമാത്രമല്ല, ഈ അയച്ചു തന്ന കോട്ടൺ സാരികളിൽ കുറേയൊക്കെ പഴയ സാരികളാണ്, പുരാനിയാണ്. ഏവം ഫട്ടി ഹുയി ഹി, കീറിയതാണ്. ഇൻ ദിനോ ഹം ഗ്രാഹകോं की मांग पूरी नहीं कर पा रहे हैं. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഗ്രാഹകോं की मांग, അത് കസ്റ്റമേഴ്സ് അവരുടെ ആവശ്യപ്രകാരം പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ അത് കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഐസി സ്ഥിതിമേ ഹമേ 50,000 രൂപയൊക്കെ നുക്സാൻ ഹുവാ ഹെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഒരു 50,000 രൂപയുടെ നഷ്ടം അവിടെ വന്നിട്ടുണ്ട്. നുക്സാൻ, ഹാനി, നഷ്ടം. इसलिए प्रार्थना है कि आप उक्त रकम की ക്ഷതി പൂർത്തി കരേ. അതുകൊണ്ട് താങ്കളോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ 50,000 രൂപയാണ് അവിടെ നഷ്ടം ആയിരിക്കുന്നത്. ആ ഒരു തുക അവിടെ കോമ്പൻസേഷൻ തരണമെന്നാണ് പറയുന്നത്. ഹം ചാഹത്തെ ഹേ കി ആപ്സെ ഹമാരെ വ്യാപാരി സംബന്ധ് ബനെ രഹേ. അതുമാത്രമല്ല, ഞങ്ങൾ താങ്കളുമായിട്ടുള്ള വ്യാപാരിക ബന്ധം, ബിസിനസ്, അവിടെ ആ ബിസിനസ് റിലേഷൻ അവിടെ നിലനിർത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ട സാരികളല്ല ഞങ്ങൾക്ക് കിട്ടിയത്, അതിന് പകരം കിട്ടിയത് കോട്ടൺ സാരികളാണ്. മാത്രമല്ല, കീറിയതും പഴയതുമായിട്ടുള്ള സാരികളായിരുന്നു. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അവിടെ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 50,000 രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ നഷ്ടം നികത്തണം, അല്ലെങ്കിൽ നഷ്ടപരിഹാരം തരണമെന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ആപ്ക കൃതേ മഹിമ ടെക്സ്റ്റൈൽസ് രഘുനന്ദൻ പ്രബന്ധക്. സ്വനിർദ്ദേശം ഇവിടെ കൃതേ എന്ന് പറഞ്ഞാൽ ഫോർ വേണ്ടി, മഹിമ ടെക്സ്റ്റൈൽസിന് വേണ്ടിയിട്ട് മാനേജർ രഘുനന്ദനാണ് ഈ അപേക്ഷ, ഈ പരാതി കത്ത് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡാക് അധികാരിക്കോ ശിക്കായത്തി പത്ര, പോസ്റ്റൽ ഓഫീസറുടെ പേർക്ക്, അതുപോലെ തന്നെ റെയിൽവേ അധികാരിക്കോ ശിക്കായത്തി പത്ര. ഇപ്പോൾ നമ്മളെടുത്ത ലെറ്റർ 41-ാമത്തെ പേജിലാണ് അതുണ്ടായിരുന്നത്. ശിക്കായത്തി പത്ര കംപ്ലയിൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞിട്ട് 41-ാമത്തെ പേജിലാണ്. നെക്സ്റ്റ് 43-ാമത്തെ പേജിലെ ഡാക് അധികാരിക്കോ ശിക്കായത്തി പത്ര, പോസ്റ്റൽ ഓഫീസറുടെ പേർക്കുള്ള പരാതി കത്താണ്. അക്ഷർ പ്രകാശൻ, പുസ്തക പ്രകാശക് തഥാ വിക്രേത, സുഭാഷ് മാർഗ്, ദില്ലി. ഇവിടെ ഫ്രം ടു ഇതിലും വരുന്നുണ്ട് കേട്ടോ. ശിക്കായത്തി പത്രത്തിലും വരുന്ന ഫ്രം ഉണ്ട്, ടു ഉണ്ട്, പ്രേക്ഷക്, അതുപോലെ തന്നെ സേവാമയുണ്ട്. ഇതിലെ ലെറ്റർ നമ്പർ അടക്കം നമ്മൾ പറയുന്നുണ്ട്. സേവാമേ പോസ്റ്റ് മാസ്റ്റർ മഹോദയ്, മുഖ്യ ഡാക്കർ, ദില്ലി. ഡൽഹിയിലെ പ്രധാനപ്പെട്ട പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററുടെ പേർക്കാണ് ഈ ലെറ്റർ അയക്കുന്നത്, പരാതിക്കത്ത് അയക്കുന്നത്. प्रिय महोदय, गत 4 फरवरी को हमने एक पार्सल रजिस्ट्री द्वारा मुख्य डाकघर से श्री नवनीत कृष्णन कोन्नोत्तमना चलमट्टम ओकल पोस्ट एर्नाकुलम के नाम से भिजवाया था. പറയണ കഴിഞ്ഞ ഫെബ്രുവരി 4-ന് ഞങ്ങൾ ഒരു പാഴ്സൽ രജിസ്റ്റേർഡായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട മെയിൻ പോസ്റ്റ് ഓഫീസ് മുഖേന നവനീത് കൃഷ്ണൻ, അതായത് എറണാകുളം ഓക്കൽ പോസ്റ്റ് ചേലാമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് നവനീത് കൃഷ്ണൻ കുന്നത്തുമന, അയാളുടെ പേർക്ക് എറണാകുളം കെ നാം സെ ഭിജവായ അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു പാഴ്സൽ അയച്ചിട്ടുണ്ടായിരുന്നു. एक महीना बीत गया है किंतु वह पार्सल अभी तक उन्हें नहीं मिला है. ഇപ്പോൾ ഈ പാഴ്സൽ അയച്ചിട്ട് 1 മാസം കഴിഞ്ഞു, എന്നിട്ടും ഈ പാഴ്സൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല.
അപ്പോൾ അക്ഷർ പബ്ലിഷേഴ്സാണ് ഇത് അയച്ചിട്ടുള്ളത്. രജിസ്റ്റേർഡായിട്ടാണ് പാഴ്സൽ അയച്ചിരിക്കുന്നത്. 1 മാസം കഴിഞ്ഞു, എന്നിട്ടും രജിസ്റ്റേർഡായിട്ട് അയച്ച സാധനം ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. उस रजिस्टर की रसीद संख्या P143 है. ആ രജിസ്റ്റേർഡിൻ്റെ റെസിപ്റ്റ് നമ്പർ, രജിസ്റ്റേർഡായിട്ട് അയക്കുമ്പോൾ അതിൻ്റെ റെസിപ്റ്റ് നമ്പർ P143 ആണ്. അപ്പോൾ അതടക്കം വെച്ചിട്ടാണ് ഇവിടെ കംപ്ലയിൻറ്റ് ലെറ്റർ അയച്ചിരിക്കുന്നത്. കൃപയ ഇസ് മാമലെ മേ ഉചിത് കാര്യവാഹി കർ ഹമേ സൂചിത് കർണേക്ക കഷ്ട കരെ. അപ്പോൾ ദയവായിട്ട് ഈ പ്രശ്നത്തിൽ ഉചിതമായിട്ടുള്ളൊരു നടപടി എടുത്തിട്ട് അത് ഞങ്ങളെ അറിയിക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ആശാഹേ ആപ്സെ ശീഘ്ര ഉത്തർ മിലേഗ. ഞങ്ങൾ വിചാരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിൽ നിന്ന് ഒരു മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേർക്കാണ്, പോസ്റ്റ് മാസ്റ്ററുടെ പേർക്കാണ് ഈ ലെറ്റർ, പരാതി കത്ത് അയക്കുന്നത്. കാരണം ആ പോസ്റ്റ് ഓഫീസ് മുഖേന, മെയിൻ പോസ്റ്റ് ഓഫീസ് മുഖേന അയച്ചിട്ടുള്ളൊരു രജിസ്റ്റേർഡ് പാഴ്സലാണ്. എറണാകുളത്തേക്കാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ 1 മാസമായിട്ടും ആ പാഴ്സൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ രജിസ്റ്റേർഡായിട്ട് അയക്കുമ്പോൾ തന്നെ റെസീറ്റ് നമ്പർ അടക്കം വെച്ചിട്ടാണ് ഇവിടെ പരാതി കത്ത് അയച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലെറ്റർ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഭവതീയെ കിഷോർ ശ്രീവാസ്തവ വിക്രയ് വ്യവസ്ഥാപക്. അപ്പോൾ അത് കിഷോർ ശ്രീവാസ്തവ് വിക്രയ് വ്യവസ്ഥാപക്, അതായത് സെയിൽസ് മാനേജറാണ്, അദ്ദേഹമാണ് ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത്. അതുപോലെ റെയിൽവേ അധികാരിക്കോ ശിക്കായത്തി പത്രം. ഇപ്പോൾ റെയിൽവേ ഇതുപോലെ തന്നെ സാധനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ റെയിൽവേ മുഖേന അയക്കുന്ന സാധനങ്ങളായാലും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് മുഖേന അയക്കുന്നതായാലും നമ്മൾ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ അതിനെന്തെങ്കിലും നഷ്ടം പറ്റുകയോ അല്ലെങ്കിൽ അതിന് തെറ്റി അയക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പരാതി കൊടുക്കുന്നതാണ് നമ്മൾ ശിക്കായത്തി പത്രം അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന് 2-3 ഇതിലൊക്കെ എടുക്കുന്നുണ്ട്, നിങ്ങളൊന്നത് വായിച്ച് നോക്കുക. നെക്സ്റ്റ് വരുന്നത് ബാങ്ക് സംബന്ധി പത്രമാണ് നമുക്ക് അടുത്തതിൽ വരുന്നത്. അപ്പോൾ ക്രയാദേശ് പത്ര കഴിഞ്ഞു, ആവേദൻ പത്ര, അതുപോലെ തന്നെ നെക്സ്റ്റ് ഇവിടെ പഠിച്ച നമ്മൾ കംപ്ലയിൻറ്റ് ലെറ്റർ ശിക്കായത്തി പത്രമാണ്. ഇനി അടുത്ത് നമുക്ക് വരുന്നത് ബാങ്ക് സംബന്ധി പത്രമാണ്. ലെറ്റേഴ്സ് റിഗാർഡിംഗ് ബാങ്കിങ്. അതിൽ ആദ്യത്തെ നയഗ്രാഹക സ്വാഗതമാണ്. ഇത് പുതിയൊരു കസ്റ്റമറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്ററാണ്. ബാങ്ക് പുതിയൊരു കസ്റ്റമറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്ററാണ് നയഗ്രാഹക സ്വാഗത് ബാങ്ക് സംബന്ധി ലെറ്ററാണ്. നമുക്കതിൽ അക്കൗണ്ട് തുറക്കാനും അതുപോലെ തന്നെ ജോയിൻ്റ് അക്കൗണ്ട് ആയാലും അതിനുള്ള അപേക്ഷ എങ്ങനെ എഴുതും, അതുപോലെ തന്നെ ചെക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് തടയാനായിട്ടുള്ള ലെറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ വരുന്നത്. ബാങ്ക് സംബന്ധി പത്രം ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബാങ്കിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പെരുമ്പാവൂരിലെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കാണ് ഇവിടെ ലെറ്റർ അയക്കുന്നത്. സേവാമേ ടു അഡ്രസ്സാണ് മണിലാൽ, പവിത്ര, തുരുത്തി പോസ്റ്റ്, പെരുമ്പാവൂർ. ഇപ്പോൾ പെരുമ്പാവൂർ തുരുത്തി പോസ്റ്റാണത് ഉള്ള മണിലാലിൻ്റെ പേർക്കാണ് ബാങ്ക് ലെറ്റർ അയക്കുന്നത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കാണ്. ഇതിവിടെ പറയുന്നത് പ്രിയ മഹോദയർ നമ്മൾ സംബോധന ഉണ്ട്. हमारे लिए सचमुच ही बड़ी प्रसन्नता का विषय है कि आपने हमारी शाखा में अपना खाता खोला है. അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്കെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നമ്മുടെ ലെറ്റർ തുടങ്ങിയിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ ബ്രാഞ്ചിലെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ തുരുത്തി പോസ്റ്റിലെ പെരുമ്പാവൂരിലെ ബ്രാഞ്ചിലെ अपना खाता खोला है. അക്കൗണ്ട് തുറന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ലെറ്റർ എഴുതിയിരിക്കുന്നത്. ആപ്കാ ഹം ഹാർദിക് സ്വാഗത് കർത്തെ ഹേ. താങ്കളെ ഞങ്ങൾ വളരെ എന്താ പറയുക ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. आपसे समझ विश्वास और सद्भाव के वातावरण में हमारे स्थायी संबंधों का निर्माण और विकास हो. അതോടൊപ്പം തന്നെ പറയണേ പരസ്പരമുള്ള അറിവ്, അതുപോലെ വിശ്വാസം, അതുപോലെ നല്ല പെരുമാറ്റം, ഈ മനോഭാവങ്ങൾ മുഖേന ഹമാരെ സ്ഥായി സംബന്ധമൊക്കെ ഞങ്ങളുമായിട്ടുള്ള ആ
പെർമനൻ്റ് ആയിട്ടുള്ളൊരു റിലേഷൻ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. യഹി സുമധുർ വേളാമേ ഹമാരി മംഗൾ കാമനായി. അപ്പോൾ ഇത്രയും നല്ല ഈ അവസരത്തിൽ ഞങ്ങളുടെ ശുഭകരമായിട്ടുള്ള ആശംസകൾ ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ പെരുമ്പാവൂർ ബ്രാഞ്ചിലെ അക്കൗണ്ട് തുറന്നതിൻ്റെ സന്തോഷം പ്രകടമാക്കിക്കൊണ്ട് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കസ്റ്റമറിൻ്റെ പേർക്ക് എഴുതുന്ന ഒരു ലെറ്ററാണിത്. അവരുടെ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ നിന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിൻ്റെ സന്തോഷം സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്ററാണ്. അപ്പോൾ പരസ്പരമുള്ള അറിവും വിശ്വാസവും അതുപോലെ തന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അത് നിലനിർത്തിക്കൊണ്ട് ഞങ്ങളുമായിട്ടുള്ളൊരു നല്ലൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈ അവസരത്തിൽ ഞങ്ങളെ ആശംസകൾ അറിയിക്കണം. हम इसके साथ अपने शाखा द्वारा दी जाने वाली विभिन्न सेवाओं की सूची भेज रहे हैं. അപ്പം ഞങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഈ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഈ ലെറ്ററിനോടൊപ്പം തന്നെ ഞങ്ങളുടെ സേവനങ്ങളെ സംബന്ധിച്ചൊരു ലിസ്റ്റ് ഞങ്ങൾ അയക്കുന്നുണ്ട്. വിഭിന്ന സേവാവുക്ക് സൂചി ബേച്ച് രഹേ ഹെ. അപ്പോൾ ഞങ്ങളെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിന്ന് എന്തെല്ലാം സേവനങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള അതിൻ്റെ ഒരു ലിസ്റ്റും കൂടി ഞങ്ങൾ അയക്കുന്നുണ്ട്. इनमें से कई सेवाएं आपको उपयोगी सिद्ध हो सकती हैं. അപ്പോൾ ഇതിലെ കുറേ സേവനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനുള്ളൊരു ലിസ്റ്റ് ഞങ്ങൾ അയച്ചിട്ടുണ്ട്. बैंकिंग विषय हर मामले में हमारे परामर्श या मार्गदर्शन की आवश्यकता हो आपका हम स्वागत करेंगे. അതുപോലെ ബാങ്ക് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഏതൊരു പ്രശ്നത്തിനായാലും ഞങ്ങളുടെ നിർദ്ദേശങ്ങളോ മാർഗദർശനം തുടങ്ങിയവ ആവശ്യമാണെങ്കിൽ ആപ്കാ ഹം സ്വാഗത് കരേങ്കെ, താങ്കളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നതാണ്. ഇപ്പം എന്തെങ്കിലും ബാങ്ക് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ബാങ്കിലേക്ക് സ്വാഗതം. हमारी सेवाओं को बेहतर बनाने के संबंध में आपके यदि कोई सुझाव हो तो निसंकोच लिखें. ഇനി ഞങ്ങളുടെ സേവനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ സേവനങ്ങളെ ഒന്നുകൂടി നന്നാക്കി മെച്ചപ്പെടുത്തിയെടുക്കുന്ന ആ കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ സജഷൻസ് തരാനുണ്ടെങ്കിൽ നിസങ്കോച്ചിലേക്ക് ഒരു മടിയും വേണ്ട, ഞങ്ങൾക്ക് എഴുതാൻ. അതായത് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സജഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മടി കൂടാതെ ഞങ്ങൾക്ക് എഴുതാമെന്നാണ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നത്. ഉത്കൃഷ്ട സേവാക്കേലിയെ സദൈവ തൽപര. അപ്പോൾ നല്ല സേവനങ്ങൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും തൽപരനായിരിക്കുന്ന ഒരു ബാങ്കാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. ഭവതീയ മാധവ് മുകുന്ദ് ശാഖാപ്രബന്ധക്. ശാഖാപ്രബന്ധക് എന്ന് പറഞ്ഞാൽ ബാങ്ക് ബ്രാഞ്ച് മാനേജർ, ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ബ്രാഞ്ച് മാനേജറാണ് ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത്. ഭവതീയ മാധവ് മുകുന്ദ്, അദ്ദേഹത്തിൻ്റെ പേരാണ് ഹസ്താക്ഷർ. നെക്സ്റ്റ് ഇതുപോലെ തന്നെ നമ്മൾക്ക് വരുന്നുണ്ട് സംയുക്ത ഖാത്ത ഖോൽനെ അനുരോധ്, ജോയിൻ്റ് അക്കൗണ്ട് തുറക്കാനുള്ളതുണ്ട്. അതുപോലെ ചെക്ക് കെ ഖോജാനെ പർ ഭുക്താൻ രോക്കനെ കെ പത്ര. അതുപോലെ നമ്മുടെ ചെക്ക് ബുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ലെറ്റർ. നമ്മളതിൽ ബാങ്ക് സംബന്ധി പത്ര 50ാമത്തെ പേജിലാണ് ഉണ്ടായിരുന്നത്. ബാങ്ക് സംബന്ധി പത്ര ലെറ്റേഴ്സ് റിഗാർഡിംഗ് ബാങ്കിങ്. അടുത്തത് നമുക്ക് ജോയിൻ്റ് അക്കൗണ്ട് തുറക്കാനുള്ളതുണ്ട്. അതുപോലെ തന്നെ ചെക്ക് കെ ഖോജാനെ പർ ഭുക്താൻ രോക്കനെ കെ പത്ര, ചിലപ്പോൾ അത് ചോദിക്കാവുന്നതാണ്. ഇതിൽ ഡേറ്റ് ഉണ്ട്, പ്രേഷകും സേവാമയുണ്ട് 53ാമത്തെ പേജിൽ കേട്ടോ. 53ാമത്തെ പേജിൽ പ്രേക്ഷക ശ്രീ രാജൻ പണിക്കർ OV, സിത്താര, താനൂർ പോസ്റ്റ്, താനൂർ മലപ്പുറം, സേവാമേ, ശാഖാ പ്രബന്ധക്, സിൻഡിക്കേറ്റ് ബാങ്ക് കാലിക്കറ്റ്. അപ്പോൾ രാജൻ പണിക്കർ എന്ന് പറയുന്ന ആളാണ് മലപ്പുറത്തുനിന്ന് ലെറ്റർ അയക്കുന്നത്. അയാളെ ചെക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ചെക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ പേയ്മെൻറ്റ് തടയാനായിട്ട് അല്ലെങ്കിൽ അത് പൈസ നഷ്ടപ്പെട്ടു പോകും, അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലെറ്ററാണ് ബാങ്കിൻ്റെ പേർക്ക് എഴുതിയിട്ടുള്ളതാണ്. സേവാമേ ശാഖാ പ്രബന്ധക് സിൻഡിക്കേറ്റ് ബാങ്ക് കാലിക്കറ്റ്. ഇപ്പോൾ കോഴിക്കോട് സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ പേരിലാണ്, അതിൽ ബ്രാഞ്ച് മാനേജർ പേർക്കാണ് ഈ ലെറ്റർ അയക്കുന്നത്. വിഷയ് चालू खाता नंबर 432 में चेक का भुगतान रोकना.
അപ്പോൾ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ചെക്കിൻ്റെ പേയ്മെൻറ്റ് തടയാൻ പറഞ്ഞുകൊണ്ടുള്ള ഒരു ലെറ്ററാണ് ചെക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിയ മഹോദയ്, मैं पिछले 15 अप्रैल 2014 को चेक संख्या C/2345 जिसकी रकम 15,000 रुपये थी श्री हेमंत कुमार के नाम में काटा था. ഇപ്പോൾ 2014 ഏപ്രിൽ 15-ാം തീയതി കഴിഞ്ഞ ഏപ്രിൽ 15-ാം തീയതി ചെക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തുക ഒരു 15,000 രൂപയുണ്ടായിരുന്നു. അത് ശ്രീ ഹേമന്ത് കുമാർക്ക് നാംപർ കാട്ട. അപ്പോൾ ശ്രീ ഹേമന്ത് കുമാറിൻ്റെ പേരിൽ ആ പൈസ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, ചെക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അഭി ഉസ്സേ സൂചന മിലിക്ക് ഈ ചെക്ക് ഉസ്നെ ഉസ്സേ ഖോ ഗയാ ഹെ. ഇപ്പോൾ അതിൽ അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ സാധിച്ചു ആ ചെക്ക് നഷ്ടപ്പെട്ടു എന്നറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ ഹേമന്ത് കുമാറിൻ്റെ പേരിലാണ് ചെക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത്. इसलिए सविनय निवेदन है कि इस चेक का भुगतान न कीजिएगा. അതുകൊണ്ട് വളരെ വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ്, ഈ ചെക്കിൻ്റെ പേയ്മെൻറ്റ് നടത്തരുതെന്നാണ് പറയുന്നത്. ഭൗതിയെ രാജൻ പണിക്കർ എക് ഗ്രാഹക്, ഒരു കസ്റ്റമറാണ് രാജൻ പണിക്കർ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഹേമന്ത് കുമാറിൻ്റെ പേരിൽ എഴുതിയിട്ടുള്ള ചെക്ക് ലീഫ് നഷ്ടപ്പെട്ടു, അതിൻ്റെ പേയ്മെൻറ്റ് തടയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലെറ്റർ എഴുതിയിരിക്കുന്നത്. ബാങ്ക് സംബന്ധമായിട്ടുള്ളൊരു ലെറ്റർ പെടുന്നതാണ്. 53-ാമത്തെ പേജിലാണിത് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബീമ സംബന്ധി പത്രമാണ്, ലെറ്റേഴ്സ് റിഗാർഡിംഗ് ഇൻഷുറൻസ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.